നമുക്കൊരു അടിപൊളി ബ്ലൂബെറി ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ? അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. ഇത് കടയിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം റേറ്റ് ആവും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഞാനിതധികം കഴിക്കാറുമില്ല. പക്ഷേ ഇപ്പോഴാണ് സംഭവം ഒന്ന് സെറ്റായി കിട്ടിയത്. അതിനാവശ്യമായിട്ട് ആദ്യം കുറച്ച് ബിസ്ക്കറ്റ് വേണം, പിന്നെ കുറച്ച് അൺസോൾട്ടഡ് ബട്ടറും 200 ഗ്രാം ബ്ലൂബെറീസും 50 ഗ്രാം കേർഡും 1/2 ലിറ്റർ പശുവിൻ പാലും പിന്നെ കുറച്ച് പഞ്ചസാരയും. നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് ഹങ്കേർഡാണ്. ഹങ്കേർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ അരിപ്പ വെച്ച് മസ്ലിൻ ക്ലോത്ത് ഇട്ടിട്ട് അതിലേക്ക് തൈരൊഴിച്ച് അതിൻ്റെ വെള്ളമെല്ലാം ഊർന്നു പോകുന്നത് വരെ ഒരു അരമണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയത്ത് ഒരു സോസ് പാൻ എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാല് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സ്പൂൺ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നത്. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നേരത്തെ നമ്മൾ ഹങ്കേർഡ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഊർന്നു വന്ന ആ വെള്ളമില്ലേ, ആ വെള്ളം ഈ തിളച്ച് വരുന്ന പാലിലേക്ക് ഒഴിച്ചിട്ട് അപ്പം തന്നെ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. അത് മെല്ലെ റെസ്റ്റ് ആയി കഴിയുമ്പോൾ ആ പാല് പിരിഞ്ഞ് നമുക്ക് പനീർ കിട്ടും. സാധാരണഗതിയിൽ നാരങ്ങാനീര് ഒഴിച്ചാലും മതി. പക്ഷെ നമ്മളിവിടെ നാരങ്ങാനീര് ഒഴിക്കാത്തത് നമുക്ക് ആ നാരങ്ങാനീരിൻ്റെ ഒരു ചുക കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പോലെ തന്നെ നമ്മളൊരു പാത്രത്തിനകത്ത് അരിപ്പ വെച്ച് ഈ പനീർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ചൂട് പനീർ അപ്പം തന്നെ ഒരു ഐസും വെള്ളത്തിലേക്കോ തണുത്ത വെള്ളത്തിലേക്കോ മാറ്റി നല്ല കട്ട പോലെ ഉരുട്ടി മാറ്റി വയ്ക്കാം. ഐസും വെള്ളത്തിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ബ്ലൂബെറിയുടെ ഒരു ജെല്ലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 200 ഗ്രാം കഴുകി വൃത്തിയാക്കിയ ബ്ലൂബെറീസ് എടുത്ത് ഒരു പാനിൽ വെച്ച് നമ്മളൊരു 4 സ്പൂൺ പഞ്ചസാരയാണ് യൂസ് ചെയ്തത്. ഈ ഒരു സ്റ്റേജിൽ മാത്രമാണ് പഞ്ചസാര യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ 4 സ്പൂൺ എടുത്തത്. അപ്പോൾ ബ്ലൂബെറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ കുറേശ്ശെ വെള്ളം ഊർന്ന് വരും ചെയ്യും. പക്ഷേ ആദ്യം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നല്ലപോലെ തീയുടെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അത് വേവാൻ വയ്ക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ അത് വേവാനെടുക്കും. നല്ലപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഓരോ ബ്ലൂബെറീസ് മെല്ലെ ഒന്ന് വേവ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പെട്ടെന്ന് വേവുന്നൊരു ഐറ്റമാണ് ബ്ലൂബെറി. പിന്നെ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂബെറി നല്ലപോലെ വെന്ത് നമ്മൾ മിക്സിയിൽ അടിക്കുകയല്ല ചെയ്യുന്നത്. ചിലരത് മിക്സിയിൽ അടിക്കൽ ഞാൻ കണ്ടു വീഡിയോസിൽ. പക്ഷെ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുക വരും, ബ്ലൂബെറിയുടെ ഒരു കുത്ത് വരും. അതുപോലെ തന്നെ ഭയങ്കരമായ പുളിരസം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വേവിച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഈ ഒരു ജെല്ലുണ്ടാക്കുന്നത്. ഇപ്പം അത് നല്ല പോലെ റെഡിയായി. നമ്മളതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി സൈഡിൽ വെക്കുകയാണ്. അടുത്തതാണ് നമ്മുടെ താരം. നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ചീസാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ബട്ടറും നേരത്തെ റെഡിയാക്കി വെച്ച ഹങ്കേർഡും ആ പനീറിൻ്റെ ആ ഒരു ഉണ്ട അത് 3ഉം കൂടിയിട്ട് ഒട്ടും വെള്ളം ഒന്നും ചേർക്കാതെ നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ലപോലെ അടിച്ചെടുക്കണേ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും സംഭവം ഭയങ്കര ക്രീമി ആയിട്ടാണ് വരുന്നത്. നേരത്തെ എടുത്ത ആരോറൂട്ട് ബിസ്ക്കറ്റ് ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിയാക്കി വെച്ചു. നമ്മൾ ചീസ് കേക്കിൻ്റെ ഏറ്റവും ബേസായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബിസ്ക്കറ്റും കുറച്ച് മെൽറ്റഡ് ബട്ടറും കൂടി ചേർത്തിട്ടുള്ള ഒരു ബേസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടിച്ച ബിസ്ക്കറ്റും മെൽറ്റഡ് ബട്ടർ, നേരത്തെ എടുത്ത ബട്ടർ ഞാൻ ഉരുക്കി മെൽറ്റഡ് ബട്ടറാക്കി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഏറ്റവും ആദ്യത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. നമുക്കിഷ്ടമുള്ള പാത്രത്തിന് വേണ്ടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഈ ഒരു ബൗളാണ്. നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും കൂട്ടുക കുറയ്ക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഫസ്റ്റ് ലെയർ റെഡിയായി. അടുത്തത് ലെയർ നമ്മുടെ ചീസ് ലെയറാണ്. അപ്പോൾ അതിന് വേണ്ടി നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച നല്ല ക്രീമി ചീസിൻ്റെ ലെയർ നമ്മൾ ഇതിലേക്ക് ഫുള്ളിട്ട് കൊടുക്കുക. സംഭവം നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഒട്ടും വേസ്റ്റ് ചെയ്യാണ്ട് മുഴുവനും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ച് അതിലേക്ക് ഇട്ടിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക.
നേരത്തെ റെഡിയാക്കിയ ഒഴിച്ച് വെച്ച ആ ചീസ് നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് എടുത്തതാണ് ഈ കണ്ടത്. നല്ല സെറ്റായി കഴിഞ്ഞു, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ ആ ബ്ലൂബെറിയുടെ ജെല്ലി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് സംഭവം അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോവാം. എല്ലാവരും ഇത് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സംഭവം അടിപൊളിയാണ്. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.